ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. വേണുവേട്ടൻ രാധമ്മയോട് പറയുക, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇവിടെ കിടന്ന് തുള്ളിയാലും എൻ്റെ മകൻ രാജു രമ്യ കല്യാണം കഴിക്കില്ലടി. ആഹാ, അങ്ങനാണോ? അവന് എൻ്റെ മകനുമാ. എൻ്റെ മകൻ രമ്യയെ വിവാഹം കഴിക്കും. പ്രിയയും ജയനും കൊച്ചമ്മണിയും കൂടെ ആ ജനലിൻ്റെ അടുത്ത് ഒളിച്ചു നിന്നതെല്ലാം കാണുവാണ്. ജയൻ പറയൂ, അത് കലക്കി, അവളെ എൻ്റെ മരുമകളായി ഞാനിവിടെ താമസിപ്പിക്കുകയും ചെയ്യും. രാധമ്മ ഭയങ്കര വാശിയിലാണ് പറയുന്നത്. വേണുവേട്ടൻ വിട്ടുകൊടുക്കുവോ? വേണുവേട്ടൻ പറയാ, എന്നാൽ അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുവടി. ഈ കല്യാണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല. രാധമ്മയുടെ കയ്യിൽ വേണുവേട്ടന് കൊണ്ടുവന്ന ചോറിരിക്കുവാണ്. വേണുവേട്ടന് ഒരു ഒറ്റ തട്ട് തട്ടിയ ചോറും പാത്രം തെറിച്ച് ദൂരെ പോയി വീഴുവാണ്. ഇറങ്ങിപ്പോടി എൻ്റെ റൂമിനകത്തുനിന്ന്. വേണുവേട്ടൻ ദേഷ്യത്തിൽ അലറുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് വരുവാണ്. എന്താണിത്? എന്താ അമ്മ ഇവിടെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അമ്മയോടല്ലേ ഞാൻ ചോദിക്കുന്നത്. രാധമ്മ ഭയങ്കര ദേഷ്യത്തിൽ, നിന്റെ അച്ഛനോട് പോയി ചോദിക്കടാ, ഇങ്ങേർക്ക് ആഹാരം വേണ്ടെന്ന്. രാജു ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഇങ്ങനെ മര്യാദയില്ലാതെ സംസാരിക്കുവോ, ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കുവോ? ഇതുവരെയും രാധമ്മ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, മാറടാ അങ്ങോട്ട് എന്നും പറഞ്ഞ് രാജുവിനെ തള്ളി മാറ്റിയിട്ട് രാധമ്മ അങ്ങ് പോവുകയാണ്. സങ്കടത്തോടെ കുനിഞ്ഞു നിൽക്കുന്ന വേണുവേട്ടനോട് രാജു ചോദിക്കുന്നു, എന്താച്ചാ കാര്യം? എന്നോട് പറയച്ചാ. ഒന്നുമില്ല മോനെ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. അച്ഛനെന്താ ആഹാരം കഴിക്കാഞ്ഞത്? എനിക്കൊന്നും വേണ്ട. അച്ഛനോട് അതാ ഞാൻ ചോദിക്കുന്ന, അച്ഛൻ എന്താ ആഹാരം കഴിക്കാത്തതെന്ന്. എനിക്കൊന്നും വേണ്ടാന്നല്ലയോ പറഞ്ഞത്? സങ്കടത്തോടാണ് വേണുവേട്ടൻ പറയുന്നത്. വേണുവേട്ടൻ ഇത്ര സങ്കടത്തോടെ നിൽക്കുന്ന രാജു ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛാ, അച്ഛൻ ആഹാരം കഴിച്ചില്ലെങ്കിലേ ഞാൻ എൻ്റെ പണിക്കിറങ്ങി അങ്ങ് പോവും. പിന്നെ ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ നോക്കിയാൽ മതി. അത് കേൾക്കുമ്പോൾ വേണുവേട്ടൻ അങ്ങ് തകർന്നുപോയി. മോനെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ അങ്ങ് കരയുവാണ്. അയ്യോ, എൻ്റെ അച്ഛൻ കരയുവാണോ? അച്ഛൻ കരയാതെ. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അങ്ങനെ. അച്ഛൻ കരയാതച്ചാ. എൻ്റെ അച്ഛൻ വന്ന് ആഹാരം കഴിക്ക് എന്നും പറഞ്ഞ് രാജു നിർബന്ധിച്ച് വേണുവേട്ടന് ആഹാരം വാരിക്കൊടുക്കുവാണ്. രാജീവ് അങ്ങനെ വേണുവേട്ടന് ചോറ് വാരിക്കൊടുക്കുമ്പോൾ വേണുവേട്ടൻ സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞിങ്ങനെ രാജുവിനെ തന്നെ നോക്കുവാണ്. രാജുവിനും അതുപോലെ കണ്ണ് നിറയുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്ന് രാജുവിനൊന്നും അറിയത്തുമില്ല. രാജുവിനോട് ആരും ഒട്ടും പറഞ്ഞിട്ടുമില്ല. ഈ സമയത്താണ് ഋതികയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഋതികയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഋതിക ഓടിപ്പോയി പറയുന്നത് പൂർണ്ണചന്ദ്രനോടാണ്. ആകാശത്തിലെ മേഘങ്ങളോട് ഒഴുകിപ്പോന്ന പൂർണ്ണചന്ദ്രനെ നോക്കി ഋതിക ചോദിക്കുക, എന്താ ഞാൻ രാജുവിനെ വിളിച്ചിട്ട് രാജു ഫോൺ കട്ട് ചെയ്തത്? രാജു എന്താ എന്നോട് സംസാരിക്കാഞ്ഞത്? എന്നെ ഇഷ്ടമല്ലേ രാജുവിന്? രാജുവിന് എന്നെ മറക്കാനും എന്നെ കല്യാണം കഴിക്കാതിരിക്കാനും രാജുവിന് പറ്റുമോ? രാജുവിൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഞാൻ എപ്പോഴും കാണാറുണ്ടല്ലോ. അങ്ങനെ ഋതികയുടെ സങ്കടമെല്ലാം പൂർണ്ണചന്ദ്രനോട് പറഞ്ഞു പൊട്ടിക്കരയുവാണ് നിന്ന്. നമ്മുടെ വേണുവേട്ടൻ പത്മാവതി പഠിപ്പിക്കുന്ന നൃത്ത സ്കൂളിൽ വന്നിരിക്കുവാണ്. പത്മാവതി മാഡത്തിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അന്ന് കണ്ട ആ കൊച്ചു കുഞ്ഞു ഓടി വരുന്നുണ്ട്. അവൻ വന്നിട്ട് ചോദിക്കുന്നു, വേണുവങ്കളല്ലേ? എടാ മോനെ, നീ എന്നെ വേണുവങ്കൾ എന്നൊന്നും വിളിക്കാതെടാ. നിന്റെ അപ്പൂപ്പനാകാനുള്ള പ്രായമാണ്. എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാൽ മതി. അതെ, അപ്പൂപ്പനാന്ന് വിളിക്കാൻ തോന്നണ്ടേ? എന്നാലേ മോനൊരു കാര്യം ചെയ്യ്, എന്നെ ചേട്ടാന്ന് വിളിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അമ്മയെ കാണാൻ വന്നതല്ലയോ? അതേ മോനെ, എന്നാ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ? ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് മോനെ. വേണുവേട്ട എന്ന് വിളിച്ചോണ്ട് പത്മാവതി അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ വാ, നമുക്ക് അവിടെ ഇരിക്കാം. അതെ, എനിക്കങ്ങ് എളുപ്പം പോണം. അതെന്താ വേണുവേട്ട? ഒരു ചെറിയ പ്രശ്നമുണ്ട് മാഡം. പ്രശ്നമോ? എന്ത് പ്രശ്നമാ വേണുവേട്ട? അതെ, ഓർക്കാപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊരു എതിർപ്പ്. എൻ്റെ ഭാര്യ രാധമ്മ ഈ കല്യാണത്തിന് എതിരാ. എന്തോ വേണുവേട്ടാ പറയുന്നത്? രാധമ്മ ചേച്ചി അങ്ങനെ ആകാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ വേണുവേട്ടാ. വേണുവേട്ടൻ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ആളാണല്ലോ. അങ്ങനെ ആയിരുന്നു മേഡം. പക്ഷെ ഇപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു മാറ്റം. ആ രമ്യ രാജുവിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ പുറകിന് നടക്കുവാണല്ലോ. അക്കാര്യം ഞാൻ മേഡത്തിനോട് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അവളും അവളുടെ അമ്മ പലിശക്കാരി രുക്മിണിയും കൂടെ ചേർന്ന് രാധമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. രാധമ്മ ചേച്ചി അങ്ങനെ എതിർത്ത് നിന്നാ അത് കുഴപ്പമാകില്ലയോ വേണുവേട്ടാ? അവളെ എരിവ് കയറ്റാനും എനിക്കെതിരെയാക്കാനും വീട്ടിൽ കുറെ വേറെ ആൾക്കാരും കൂടെ ഉണ്ട്. അതിൽ മുൻപന്തി നിൽക്കുക എൻ്റെ മരുമകൻ ജയൻ. ഇവരെ എല്ലാരെയും ആ രമ്യ സ്വാധീനിച്ച് അവളുടെ പക്ഷത്താക്കി വെച്ചിരിക്കുക. എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം വേണുവേട്ടനോട് ചോദിക്കാനുണ്ട്. അതെന്താ മേഡം ചോദിച്ചത്? ഈ രാജുവും രമ്യയും തങ്ങളിൽ എങ്ങനെ? ചോദിക്കുന്നോണ്ട് വേണുവേട്ടൻ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. രാജുവിനാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ഒരു പെൺകുട്ടിയല്ലേ, ഏതു നേരവും അവൻ്റെ പുറകിന് പ്രേമമാണെന്നും പറഞ്ഞ് നടന്നാൽ അവൻ എന്തു ചെയ്യും?
രാജു അവളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, നിന്നെ കല്യാണം ഞാൻ കഴിക്കത്തില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്തിനാ വേണുവേട്ടാ ഈ കുട്ടി അവൻ്റെ പുറകിനിങ്ങനെ നടക്കുന്നത്? അതാ മേഡം എനിക്കും മനസ്സിലാകാത്തത്. അല്ല വേണുവേട്ടാ, രാധമ്മയുടെ മനംമാറ്റം ഋതുമോൾ അറിയുകയോ വല്ലതും ചെയ്തോ? അറിഞ്ഞു കാണും മേഡം. അപ്പോഴെൻ്റെ മോള് വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും അല്ലേ വേണുവേട്ടാ? ഞാൻ ഋതുമോളെ വിളിച്ചൊന്ന് സമാധാനിപ്പിക്കാൻ വേണുവേട്ടാ. ഈ കല്യാണം നടക്കണം. അതിനെന്താ വേണുവേട്ടാ നമ്മൾ ചെയ്യേണ്ടത്? അതുതന്നെയാ മേഡം ഞാനും ആലോചിക്കുന്നത്. തൽക്കാലത്തേക്കുള്ളൊരു വെറുപ്പേ രാധമ്മയ്ക്ക് കാണത്തുള്ളൂ. കല്യാണം കഴിയുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് മാറിക്കോളും. കല്യാണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മാറുമല്ലോ മേഡം. പക്ഷെ കല്യാണം എങ്ങനെ നടത്തിയെടുക്കും? അതിനെക്കുറിച്ച് ആലോചിക്കാനാ ഞാനിപ്പോൾ മേഡത്തിൻ്റെ അടുത്തോട്ട് വന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ വേണുവേട്ടാ. അതെന്തുവാ മേഡം? മേഡം എന്തുവാ പറഞ്ഞു വരുന്നത്? എൻ്റെ അമ്മ അവിടെ ഉണ്ടല്ലോ. എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവാക്കാനുള്ള കഴിവ് എൻ്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട വേണുവേട്ട. എൻ്റെ അമ്മ എല്ലാം ശരിക്കും നോക്കിക്കോളും. രാധമ്മയും രമ്യയുടെ വീട്ടുകാരോട് ആലോചിച്ച് കല്യാണ തീയതി വരെ നിശ്ചയിച്ചു എന്നാ എൻ്റെ അറിവ്. വേണുവേട്ടൻ എൻ്റെ അമ്മയെ വിളിച്ച് പറയണം. രാജുവിൻ്റെയും രമ്യയുടെയും കല്യാണ ദിവസം തീരുമാനിച്ചല്ലോ, അന്നത്തെ ദിവസം തന്നെ രാജുവിൻ്റെയും ഋതിയുടെയും കല്യാണത്തിനുള്ള സമയം തീരുമാനിക്കാൻ. അത് റിസ്ക് അല്ലേ മാഡം? ഒരു റിസ്ക്കും ഇല്ല വേണുവേട്ട. രാജു ഋതിക മോളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. അതിനൊരു സംശയവും വേണ്ട. വേണുവേട്ട സമാധാനമായിട്ട് ഇപ്പൊ പൊയ്ക്കോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ വേണുവേട്ടൻ പത്മാവതിയോട് യാത്ര പറഞ്ഞു പോവുകയാണ്. രമ്യ രാവിലെ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കയ്യിലെന്തോ ഒരു പേപ്പറൊക്കെ ഇരിപ്പുണ്ട്. അതും കൊണ്ട് വന്നിട്ട് രാധമ്മേ രാധമ്മേ എന്ന് വിളിക്കുക. രാധമ്മയും വലിയ സന്തോഷത്തോടെ, ആ രമ്യയെ എന്താ ഇത്ര രാവിലെ? അതെ, ബാക്കിയുള്ളവരൊക്കെ എന്തേ? അവരെയും കൂടെ ഒന്ന് വിളിച്ച്. വേണ്ട, കല്യാണ ലെറ്ററിന്റെ മോഡലായത്. അപ്പോഴങ്ങോട്ട് കൊച്ചമ്മണിയും പ്രിയയും ജയനും വരുക. കൊച്ചമ്മണി ചോദിക്കുക, എൻ്റെ ദൈവമേ, ഈ കല്യാണപ്പെണ്ണിന് ഉറക്കമൊന്നുമില്ലേ? ജയൻ പറയുക, എങ്ങനെ ഉറങ്ങാനാ, കല്യാണപ്പെണ്ണല്ലയോ? ഒന്ന് പോ ജയേട്ടാ, വെറുതെ കളിയാക്കാതെ എന്നും പറഞ്ഞ് അവളിങ്ങനെ നാണിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി പറയാ, ഇപ്പോഴീ കളയുന്ന ഉറക്കമൊക്കെ ഉണ്ടല്ലോ, അത് 2 പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഉറങ്ങി തീർക്കാം കേട്ടോ. മോളെന്തോ ഈ കൊണ്ടുവന്നത്? കുറിമാനമാണോ? അതെ, ഇങ്ങോട്ട് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അതെടുത്ത് വെച്ച് നോക്കുവാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജയനും വാങ്ങിച്ച് നോക്കിയിട്ട് പറയുന്ന, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കൊച്ചമ്മണി പറയുന്നു, എൻ്റെ കല്യാണത്തിന് കല്യാണക്കുറി ഒന്നും ഇല്ലായിരുന്നേ, അന്നങ്ങ് ഇറങ്ങി നടന്നങ്ങ് വിളിയായിരുന്നു. 3 കരയും അടക്കി വിളിച്ചാണ് എൻ്റെ കല്യാണം നടത്തിയത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ 3 മാസം കഴിഞ്ഞാ. രമ്യ ചോദിക്കുന്ന, അയ്യോ അതെന്താ മുണ്ടയ്ക്കലമ്മേ? അതേ, എനിക്ക് മുഖത്ത് നോക്കാൻ നാണം ആയതുകൊണ്ടാ. ഒരു മുറിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങും, പക്ഷേ ഉണ്ടെങ്കിലോ പരസ്പരം നോക്കത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ജയൻ പറയാ, ഇവർ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ, പച്ച നുണയാ. കാവിലെ അമ്പലത്തിലെ ഓട്ടം തുള്ളലിന് വന്നതായിരുന്നു എൻ്റെ അച്ഛൻ. ഈ നിൽക്കുന്ന തള്ളയുണ്ടല്ലോ എൻ്റെ അമ്മ, പോയി തുള്ളൽ കണ്ടിട്ട് അവിടെ നിന്ന് കയ്യും കലാശമൊക്കെ കാണിച്ച് എൻ്റെ അച്ഛനെ വളച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ എന്ത് ചെയ്യാനാ, വേറെ ഒരു മാർഗമില്ലാതെ എൻ്റെ അച്ഛൻ ഇവരെ ഞാൻ കല്യാണം കഴിച്ചു. പ്രിയ ചോദിക്കുക, അയ്യോ പിന്നെ അച്ഛൻ ഓട്ടം തുള്ളലിന് പോയില്ലേ? ഇല്ല പ്രിയെ, എവിടെ തുള്ളാനാ? അച്ഛൻ്റെ തുള്ളലെല്ലാം പിന്നെ വീട്ടിൽ കിടന്നായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കിരീടവും മദ്ദളവും ഒക്കെ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ആ മദ്ദളത്തിനകത്താ ഇവരിപ്പോൾ കുരുമുളക് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു നോക്കുമ്പോൾ എല്ലാവരുടെ കൂടി എന്തോ പറഞ്ഞ് ഭയങ്കര പൊട്ടിച്ചിരിയാണ്. രമ്യ അവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു രാജുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആരെയും മൈൻഡ് ചെയ്യാതെ രാജു അങ്ങ് പോവാണ്. പെട്ടെന്ന് രാധമ്മ മോനെ എന്ന് വിളിക്കുമ്പോൾ രാജു അവിടെ നിൽക്കുന്നുണ്ട്. ജയ, ആ ലെറ്റർ രാജുവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ജയൻ ഉടനെ, അളിയാ ദാണ്ടളിയാ എന്നും പറഞ്ഞ ലെറ്റർ രാജുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഇത് ആരുടെ വെഡിങ് കാർഡാ എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ നോക്കിയിട്ട് രാജു ഞെട്ടുവാണ്. ഇതെന്താ ഈ വെഡിങ് കാർഡിനകത്ത് എൻ്റെ പേര്? കൊച്ചമണി പറയുക, കല്യാണ ചെറുക്കൻ്റെ പേര് പിന്നെ കല്യാണ കത്തിനകത്ത് വേണ്ടായോ? നിങ്ങൾ എന്തോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജയൻ പറയുക, അളിയൻ്റെയും രമ്യയുടെയും കല്യാണക്കത്തിൻ്റെ മോഡലായത്. ഞാൻ അറിയാതെ എൻ്റെ കല്യാണോ? ആര് തീരുമാനിച്ചത്? ദേഷ്യത്തിലുള്ള രാജുവിൻ്റെ ആ ചോദ്യം കേട്ട് എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഇതാര് തീരുമാനിച്ചതൊക്കെ? ചോദിച്ചത് കേട്ടില്ലേ? പെട്ടെന്ന് രാധമ്മ പറയാ, മോനെ ഞാനാ തീരുമാനിച്ചേ. അമ്മ തീരുമാനിച്ചെന്നോ? മോനെ, നീ എതിർക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ രമ്യയ്ക്കും രുക്മിണിക്കും വാക്കു കൊടുത്തു. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാമെന്ന്. രാജുവിന് ഭൂമി തലകീഴാ മറിയുന്ന പോലെ തോന്നുന്നു. രുക്മിണി ഹരീഷിനെയും ശ്രീലക്ഷ്മിയെയും സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും അമ്മ ആലോചിച്ചില്ല മോനെ. ദൈവത്തെ സാക്ഷിയാക്കി അമ്മ അവർക്ക് വാക്കു പറഞ്ഞു. രാജു ഇങ്ങനെ കൺപീലികൾ പോലും അടയ്ക്കാതെ ഇങ്ങനെ അമ്പരന്ന് അതിശയത്തോടെ രാധമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. നീ എൻ്റെ മകനാണ്, നീ എന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്താൽ നീ അത് അനുസരിക്കും എന്നുള്ള വിശ്വാസത്തോടാണ് അമ്മ അവർക്ക് വാക്കു കൊടുത്തത്.
രാധമ്മ ഒരു കരച്ചിലൊക്കെ അങ്ങോട്ട് അഭിനയിച്ചോണ്ട് പറയുന്നു, എൻ്റെ മോൻ അമ്മയെ കരയിപ്പിക്കരുത്, ഞാൻ കൊടുത്ത വാക്ക് അമ്മയ്ക്ക് പാലിക്കണം മോനെ എന്നിങ്ങനെ പറയുമ്പോൾ രാജു ഇങ്ങനെ നിറകണ്ണുകളോടെ ഇങ്ങനെ അതിശയത്തോടെ രാധമ്മയെ തന്നെ നോക്കി നിൽക്കുവാണ്. എൻ്റെ മോൻ നിന്നെ സ്നേഹിക്കുന്ന ഈ രമ്യയെ കല്യാണം കഴിക്കണം. രാജു ഹൃദയം പൊട്ടി കരഞ്ഞോണ്ട് ചോദിക്കുവാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതിനുള്ള കൂലി ചോദിക്കുമായിരുന്നോ? രാജു അങ്ങനെ ചോദിക്കുമെന്ന് രാധമ്മയും വിചാരിച്ചില്ല. രാധമ്മയും ഞെട്ടിപ്പോയി. മോനെ എന്ന് പറയുമ്പോൾ രാജു പറയുന്നു, ഇതിനേക്കാളും നല്ലത് അമ്മ എന്നെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നാ പോരായിരുന്നോ? രാജു ചങ്ക് പൊട്ടി നിലവിളിച്ചുകൊണ്ട് തന്നെ പറയുവാണ്, എനിക്ക് എൻ്റെ അമ്മ ദേവിയായിരുന്നു, ദേവി. ഇപ്പോഴാ വിഗ്രഹം ഉടഞ്ഞു പോയല്ലോ അമ്മേ. അയ്യോ മോനെ എന്ന് പറയുമ്പോൾ വേണ്ട, ഇക്കാലം അത്രയും അമ്മ എനിക്ക് തന്ന സ്നേഹം പാഴായി പോയല്ലോ അമ്മേ. ഹൃദയവേദനയോടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് രാജു പറയുക, എൻ്റെ ജീവിതം അമ്മയുടെ മകൾക്ക് വേണ്ടി വിറ്റു അല്ലേ അമ്മേ? ഇനി എന്തിന് ഞാൻ ജീവിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ആ കല്യാണ ലെറ്റർ അവിടെ വലിച്ചെറിഞ്ഞിട്ട് രാജു അവൻ്റെ ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. അയ്യോ മോനെ രാധമ്മ പുറകെ വിളിക്കുന്നുണ്ടെങ്കിലും രാജു അതൊന്നും നോക്കുന്നില്ല. പെട്ടെന്ന് രാധമ്മ അവിടെ അങ്ങ് തകർന്നങ്ങ് ഇരിക്കുവാണ്. പർമ്മസാറിൻ്റെ വീട്ടിൽ സരസ്വതി അമ്മ ഇരുന്നുകൊണ്ട് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ യാമിനി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. വളരെ സങ്കടത്തോടാണ് യാമിനി അങ്ങോട്ട് ചെന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നത്. എന്താ യാമിനി? അമ്മേ, അതൊരു പ്രശ്നമുണ്ടല്ലോ അമ്മേ. പ്രശ്നമോ? എന്ത് പ്രശ്നം? എന്തിനാ മോളെ നീ അതിനിത്ര പരിഭ്രമിക്കുന്നേ? കാര്യം എന്തായാലും പറ. രാജുവിൻ്റെ അച്ഛൻ വേണുവേട്ടൻ ഇപ്പൊ ശേഖരേട്ടനെ വിളിച്ചിരുന്നു. രാധമ്മ ഈ കല്യാണത്തിന് എതിരാണെന്ന്. അവര് രാജുവും രമ്യയായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുവാണെന്ന്. കല്യാണക്കുറി വരെ പ്രിന്റ് ചെയ്തെന്നാ അറിഞ്ഞത്. അത് കേട്ടതും സരസ്വതി അമ്മ ആ ഭഗവത്ഗീത അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. ഇതെന്താ യാമിനി ഇപ്പൊ ഇങ്ങനെ? അതെല്ലാം രുക്മിണിയുടെ പ്ലാനാ അമ്മേ. അവര് രാധമ്മയെ സ്വാധീനിച്ചു കാണും. രാധമ്മ അവരുടെ ബ്ലാക്ക് മെയിലിൽ വീഴാൻ ഒരു കാരണവും ഉണ്ട്. രാജുവിന്റെ ഇളയ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ രമ്യയുടെ ആങ്ങളെയാണ്. ആ കുട്ടിയെയും അവരുടെ മകനെയും കൂടെ രുക്മിണി അടിച്ച് പുറത്താക്കിയതാ. രമ്യൻ രാജുവിടെ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ അംഗീകരിക്കാമെന്ന് രുക്മിണി പറഞ്ഞു കാണും. അയ്യോ, കാര്യങ്ങൾ കുഴപ്പമായല്ലോ യാമിനി. അതേമ്മേ, കാര്യങ്ങൾ കുഴപ്പമായി. യാമിനി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ശേഖരനോട് പറയണം, ഒരു കാരണവശാലും ഈ കാര്യം പ്രതാപൻ അറിയരുതെന്ന്. പ്രതാപൻ അറിഞ്ഞാൽ ഉടനെ അതിന്റെ ന്യായീകരണമായിട്ട് അവൻ വരും. ഇതിലെ എത്തിക്സ് ആയിട്ട് ഒന്നുമില്ല. പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികളാണ് രാജുവും ഋതികയും. അവരുടെ കല്യാണം നടക്കണം. അതിനി നമ്മൾ എന്ത് ചെയ്യുമമ്മേ? യാമിനി, നീ ധൈര്യമായിട്ടിരിക്കേ. ഈ കാര്യം നീ എനിക്ക് വിട്ടേരെ. അവര് ചതിക്കാൻ നോക്കിയാൽ നമ്മൾ അതിനപ്പുറം ചിന്തിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ യാമിനിക്ക്? എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ സരസ്വതി അമ്മ യാമിനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ യാമിനിയുടെ മുഖത്ത് സന്തോഷമാണ് കാണുന്നത്. അവരെന്നാ യാമിനി വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്? അത് ഈ 10-ാം തീയതി അമ്മേ. അംബികയും മോനോടുണ്ട് എന്തൊക്കെയോ പ്ലാനിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അവർ നോക്കുമ്പോൾ സരസ്വതി അമ്മയും യാമിനിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പെട്ടെന്ന് ദീപക്കിനോട് പറയാ, ഡാ, ആ പത്മാവതിയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നീ തർക്കുത്തരവൊന്നും പറയല്ലേ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയ്ക്ക് നല്ലതുപോലെ അറിയാം മകന്റെ ചെവിക്കുറ്റി സരസ്വതി അമ്മ തല്ലി പൊട്ടിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം പോലെ മകനോട് പറഞ്ഞു കൊടുത്തത്, സരസ്വതി അമ്മയെ കാണുമ്പോൾ ഒന്നും ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ എന്ന്. രാജുവും ഋതിയായിട്ടുള്ള കല്യാണം എങ്ങനെയാണ് സരസ്വതി അമ്മ നടത്താൻ പോകുന്നത് എന്നുള്ള സസ്പെൻസ് ഒക്കെ ആയിട്ടുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.